നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാമിനെ യമാൽ പരിക്കേറ്റ് ഈ സീസണിൽ ഇപ്പോൾ ഇനി കളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹം വേൾഡ് കപ്പിന് സജ്ജനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താരം ഏതായാലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പങ്കുവച്ചിട്ടുമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു ഇഞ്ചുറി എന്നെ കളിക്കളത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും എന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്ര ഇത് വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ടീംമേറ്റ്സിനോടൊപ്പം എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, ടീമിന് ഏറ്റവും അധികം എന്നെ ആവശ്യമുള്ള സമയത്ത് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുകൂടി ഓർത്തിട്ടാണ് എനിക്ക് വലിയ രൂപത്തിൽ വേദനയുള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അവരിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ എല്ലാ മത്സരങ്ങളിലും ഏറ്റവും മികച്ചത് കൊടുത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനുണ്ടാകും ഫ്രം ദി ഔട്ട്സൈഡ്. കളിക്കളത്തിന് പുറത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനുണ്ടാവും. ടീമിന് വേണ്ടി ചീർ ചെയ്തുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ ആവേശം നൽകിക്കൊണ്ട് ഞാനും ഉണ്ടാകും. ഇതൊരു അവസാനമല്ല, ഒരു ജസ്റ്റ് എ പോസ് മാത്രമാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരും, വിത്ത് മോർ ഡിസയർ ദാൻ എവർ. അതുപോലെ തന്നെ അടുത്ത സീസൺ കൂടുതൽ മികച്ചതായിരിക്കും. താങ്ക് യു ഫോർ ദി മെസ്സേജസ് ആൻഡ് വിസ്കൈൽ ബാസ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഏതായാലും യമാൽ പുറത്തിരുന്ന് സപ്പോർട്ട് ചെയ്യും. ബാഴ്സയ്ക്ക് ഇത്തവണ ലാലിഗ കിരീടമാണ് ഇനി ലക്ഷ്യം. അത് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു. യമാൽ വേൾഡ് കപ്പിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.